ഹായ് ഡിയേഴ്സ്, ഇന്ന് അറബിക് റൈസായ ഹനീത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതാ 1 കിലോ മട്ടൻ തന്നെ എടുത്തിട്ടുണ്ട്. ചിക്കനിലും ഉണ്ടാക്കാം കേട്ടോ, ചിക്കനിലും ഉണ്ടാക്കാം, ബീഫിലും ഉണ്ടാക്കാം, എല്ലാത്തിലും ഉണ്ടാക്കാം. ഞാൻ മട്ടനാണ് എടുത്തത്. മട്ടന് വലിയ വലിയ പീസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ നെയ് പീസല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളിയാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അറബിക് സ്പൈസസ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കളറിനും കുറച്ച് സ്പൈസസിനും വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ചിക്കൻ സ്റ്റോക്ക് നിർബന്ധമായിട്ട് ഇതിലേക്ക് വേണം. അപ്പോൾ അതാ ഞാൻ 2 പീസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇടി കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കയ്യിൽ തന്നെ മസാല എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞങ്ങൾക്കൊരു ടൈം ഉണ്ടായിട്ടില്ല. ഞാനിതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. അടി കട്ടിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ മട്ടൺ പീസിനെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മട്ടൺ പീസ് പെട്ടെന്ന് വേവാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കിട്ടണമെങ്കിൽ ഒരു പ്രഷർ കുക്കറിൽ വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് ആവും. ഞാനിതാ ഈ പാത്രത്തിൽ വെച്ചതിനെ കൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ആയത്. അപ്പോൾ പ്രഷർ കുക്കറിലാണ് മറ്റിങ്ങ വെക്കുന്നെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. മട്ടൺ വെന്ത് കിട്ടാൻ തന്നെ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പ്രഷർ കുക്കറിൽ തന്നെ വെച്ചാൽ മതി. അപ്പം നല്ല പാങ്ങൽ വെന്ത് കിട്ടും. ഞാനിതാ 2 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അരി കഴുകിയിട്ട് ഇത് 1/4 മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേന് നമുക്കിതാ മസാല റെഡിയാക്കാം. തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ഉള്ളി ഇതിനിതാ ചെറുങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറാക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി വാട്ടിയെടുക്കുക. പിന്നെ തക്കാളിയും ക്യാപ്സിക്കം ഇതാ 2 ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഡ്രൈ ലെമൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ലെമൺ ഇല്ലെങ്കിൽ ബ്ലാക്ക് ലെമൺ ഏതായാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ 4 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. ചോറ് വെക്കാൻ മെയിനായിട്ട് യൂസ് ആക്കുന്നത് ഈ സ്റ്റോക്ക് തന്നെ. നമ്മൾ ചോറിലോട്ട് പ്രത്യേകിച്ചിട്ടൊരു മസാല ഒന്നും ഇടുന്നില്ല. ഇനി ഇതിലോട്ട് ഇതാ മട്ടൺ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം തെളിച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ റൈസ് നല്ല പാങ്ങല വെന്തിട്ടുണ്ട്. ഇതാ കറക്റ്റ് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. മന്തി റൈസിനെക്കാട്ടിയും കൂടുതൽ തന്നെ ടേസ്റ്റ് ഉണ്ടായിനി. ഇനി ഇതിൻ്റെ മുകളിൽ ഇതാ മട്ടൺ പീസ് ഇട്ട് കൊടുക്കുക. ഇനി ചൂട് തന്നെ ഇത് സെർവ് ചെയ്യാം. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമായി. ഇനി നിങ്ങൾ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.